നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിലേക്ക് പോകാൻ ശ്രമിച്ച CPM-ന്റെ ആ മുതിർന്ന നേതാവ് ആരാണ്? കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഈ ചർച്ചകൾ സജീവമായിരുന്നു. പക്ഷേ ഇന്ന് കെ സുധാകരൻ ഇക്കാര്യം വെളിപ്പെടുത്തി. ഇ.പി. ജയരാജനാണ് ബി.ജെ.പിയിലേക്ക് പോകാൻ ശ്രമിച്ച CPM-ന്റെ മുതിർന്ന നേതാവ്. ഇനി ഇക്കാര്യത്തിൽ ഇ.പി. ജയരാജന്റെ പ്രതികരണം നിർണായകമാവുകയാണ്. ജയരാജൻ പറയട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് ശോഭാ സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ചർച്ചാ വിഷയമായി മാറും തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് കെ സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വോട്ടെടുപ്പിന്റെ തലേന്ന് CPM-നെ വെട്ടിലാക്കി കെ സുധാകരൻ. ബി.ജെ.പിയിലേക്ക് പോകാൻ ശ്രമിച്ചെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ നേതാവ് ഇ.പി. ജയരാജനെന്ന് സുധാകരൻ. ജയരാജനുള്ള ബി.ജെ.പിയുടെ ഓഫർ ഗവർണർ പദവി. ആദ്യം ജയരാജൻ മറുപടി നൽകട്ടെയെന്ന് ശോഭ. വിദ്വേഷ പരാമർശങ്ങളിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർട്ടി അധ്യക്ഷന്മാരോട് വിശദീകരണം തേടി. തിങ്കളാഴ്ച 11 മണിക്ക് മുൻപ് മറുപടി നൽകണം. രാമക്ഷേത്ര പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എം.വി. ഗോവിന്ദൻ തള്ളിക്കളഞ്ഞിട്ടും തിരുവനന്തപുരത്ത് മത്സരം LDF ബി.ജെ.പിയും തമ്മിലെന്ന് ആവർത്തിച്ച് പന്ന്യൻ രവീന്ദ്രൻ. ഗോവിന്ദൻ പറഞ്ഞത് സംസ്ഥാന ട്രെൻഡെന്ന് പന്ന്യൻ. രണ്ടാം സ്ഥാനത്തിലുള്ള തർക്കമെന്ന് പരിഹസിച്ച് തരൂർ. വികസന ചർച്ചയിൽ നിന്നുള്ള ഒളിച്ചോട്ടമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ ആയുധങ്ങൾ. കൊട്ടിക്കലാശത്തിനിടെ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ മാറ്റുന്ന ദൃശ്യം പുറത്തുവിട്ട് UDF. പണിയായുധങ്ങളെന്ന് LDF നിഷേധിച്ച് കെ രാധാകൃഷ്ണൻ. നിശബ്ദ പ്രചാരണത്തിനിടെ വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ നീക്കുമെന്ന ആരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ. തൃശൂരിൽ ബി.ജെ.പി കള്ളവോട്ട് ചേർക്കുന്നുവെന്ന് മുരളീധരൻ. കാസർകോട്ടെ നിരോധനാജ്ഞ LDF-നെ സഹായിക്കാനെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പത്തനംതിട്ടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോർത്തിയതിൽ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. വയനാട്ടിൽ ബി.ജെ.പിയുടെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ എതിർപ്പ്. വിശ്വാസിയുടെ വഴിപാടെന്ന് സുരേന്ദ്രൻ. വോട്ടുറപ്പിക്കാൻ പള്ളികളിലും ബിഷപ്പ് ഹൌസിലും സുരേഷ് ഗോപിയുടെ സന്ദർശനം. പാലാ ബിഷപ്പുമായി ചർച്ച നടത്തി. NSS ആസ്ഥാനത്തുമെത്തി. കല്ലറങ്ങാട്ടുമായി സ്വകാര്യ സന്ദർശനമെന്ന് സുരേഷ് ഗോപി. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിൽ. 88 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. മുതിർന്ന നേതാക്കളുടെ വിദ്വേഷ പരാമർശങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പരാമർശങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച 11 മണിക്ക് മുൻപ് മറുപടി നൽകണം എന്നാണ് പാർട്ടി അധ്യക്ഷന്മാരോട് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. താരപ്രചാരകരുടെ പരാമർശങ്ങൾക്ക് പാർട്ടി അധ്യക്ഷന്മാർക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. എന്നാൽ രാമക്ഷേത്ര പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്നും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പരാതിയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ചട്ടലംഘനമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയ പരാമർശമാണല്ലോ. ഇതിൽ പാർട്ടി അധ്യക്ഷൻ മറുപടി നൽകേണ്ട സമയമാണല്ലോ തിങ്കളാഴ്ച രാവിലെ 11 മണി. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ ചില പരാമർശങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണല്ലോ. എന്താണ് ഇതിലുള്ള കൂടുതൽ വിവരങ്ങൾ? മറ്റാരുടെയെങ്കിലും പരാമർശങ്ങളിലും കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? മഞ്ജുഷ, പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പരാമർശം സംബന്ധിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു. ഈ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഇതിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്റ്റാർ ക്യാമ്പയിനറാണ് ബി.ജെ.പിയുടേത്. നരേന്ദ്രമോദി സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയ്ക്ക് ബി.ജെ.പിയുടെ അധ്യക്ഷൻ JP നദ്ദയാണ് അതിന് മറുപടി നൽകേണ്ടത്. സമാനമായ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ബി.ജെ.പി അടക്കമുള്ള പാർട്ടികൾ. ഈ പരാതികൾ പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച 29-ാം തീയതി രാവിലെ 11 മണിക്ക് ഇതിന്
മറുപടി നൽകണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം സംബന്ധിച്ച വിവിധ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതികൾ വന്നിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല. അത് സംബന്ധിച്ചും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ച ഗൗരവമായ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നില്ല എന്നുള്ള തരത്തിലടക്കം പരാതികൾ ഉയർന്നിരുന്നു. എന്തായാലും ഇതേ തുടർന്നാണ് ഇന്ന് അങ്ങനെ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വന്നിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ മറ്റ് രാഹുൽ ഗാന്ധിക്ക് കൂടി സമാനമായ രീതിയിലേക്ക് അത്തരമൊരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നു, BJP പരിശ്രമിക്കുന്നു എന്നുള്ള പരാമർശമാണ് രാഹുൽ ഗാന്ധിയുടെ. ഈ പരാമർശത്തിലാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് നരേന്ദ്രമോദിയുടെ പരാമർശം എന്ന് പറയുന്നത് രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായ ഒരു പരാമർശം നരേന്ദ്രമോദി നടത്തിയെന്നും രാജ്യത്തിന്റെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം മുസ്ലിം ജനവിഭാഗത്തിന് കൈക്കലാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നൽകാനാണ് കോൺഗ്രസ് തീരുമാനം എന്ന മട്ടിലുള്ള പ്രചരണം നടത്തിയതിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് പരാതിയിലും പാർട്ടി അധ്യക്ഷന്മാർ ഇവർ രണ്ടുപേരും സ്റ്റാർ ക്യാമ്പയിനർമാരാണ്. അതുകൊണ്ട് അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം വരുന്നത് പാർട്ടി അധ്യക്ഷന്മാർക്കാണ്. ആ പാർട്ടി അധ്യക്ഷന്മാർ മറുപടി നൽകണം. ഈ മറുപടി പരിശോധിച്ച ശേഷമാവും മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കണോ, ഇവരെ സ്റ്റാർ ക്യാമ്പയിൻ സ്ഥാനത്ത് മാറ്റണോ, താക്കീത് ചെയ്യണോ, അല്ലെങ്കിൽ ആവർത്തിക്കാതിരിക്കണം എന്നുള്ള മറ്റു നടപടികളിലേക്ക് കടക്കണോ, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. ശരി കിരൺ, എന്തായാലും താരപ്രചാരകർ നടത്തുന്ന പരാമർശങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി അധ്യക്ഷന്മാരോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. BJPയുടെയും കോൺഗ്രസിന്റെയും ദേശീയ അധ്യക്ഷന്മാരോടാണ് ഇങ്ങനെയുള്ള വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ പ്രസംഗം ഉൾപ്പെടുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പരാമർശവും ഇതിൽ ഉൾപ്പെടുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. അതിനിടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ സംസ്ഥാനത്ത് നേതാക്കൾ കൊഴുപ്പിക്കുന്നത്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. കേരളത്തിൽ വോട്ടെടുപ്പ് തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഗുരുതരമായ ഒരു ആരോപണം കോൺഗ്രസ് ഇപ്പോൾ CPMനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതും K. സുധാകരനാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. LDF കൺവീനർ EP ജയരാജനെതിരെയാണ് ഈ ആരോപണം വരുന്നത്. നേരത്തെ ഒരു CPM നേതാവ്, മുതിർന്ന ഒരു CPM നേതാവ് BJPയിലേക്ക് വരാൻ ശ്രമം നടത്തിയിരുന്നു, താൻ വഴി ചർച്ച നടത്തിയിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ആ നേതാവ് ആരാണെന്ന് ശോഭ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ നേതാവ് EP ജയരാജനാണെന്നാണ് K. സുധാകരൻ പറയുന്നത്. ശോഭ പറഞ്ഞ നേതാവ് EP ജയരാജനാണ്. ഗവർണർ പദവിയാണ് EP ജയരാജന് വാഗ്ദാനം ചെയ്തിരുന്നത്. ഗൾഫിലാണ് ചർച്ച നടത്തിയത് എന്നും ഇന്ന് K. സുധാകരൻ പറയുകയുണ്ടായി. ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. അല്പസമയത്തിനകം ഈ വിഷയത്തിൽ EP ജയരാജൻ മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞതിന് ശേഷം അഭ്യൂഹം പരന്നിരുന്നു അത് EP ജയരാജൻ അല്ലേ എന്ന്. ഇതിൽ EP ജയരാജൻ മറുപടി നൽകിയിരുന്നു. അങ്ങനെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല, വെറും ആരോപണങ്ങൾ മാത്രമാണ്, അത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണെന്ന് EP ജയരാജൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ K. സുധാകരൻ ഇത്തരമൊരു ആരോപണം നേരിട്ട് EPയുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് മറുപടി നൽകേണ്ട ബാധ്യത EP ജയരാജന് വന്നിരിക്കുകയാണ്. ഒപ്പം CPMനും. ആദ്യം K. സുധാകരന്റെ വാക്കുകൾ കേൾക്കാം. നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി നിങ്ങൾക്ക് എൻ്റെ പേരും കൊണ്ട് കളിക്കാൻ കുറെ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ. സുധാരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു. ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനേക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി മുന്നോട്ട് പോയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെക്കുറിച്ചാണ് K. സുധാകരൻ പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ EP ജയരാജന്റെ പ്രതികരണം വന്നിട്ടില്ല. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. ചില നേതാക്കൾ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. TV രാജേഷിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. K. സുധാകരൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. CPMൽ ആരെയും വിലക്കെടുക്കാൻ BJP കഴിയില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം കടുത്ത ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 5 വർഷം MP എന്ന കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പരോക്ഷമായി പലപ്പോഴും RSS ന്യായീകരിക്കുന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചത്. ഇത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ കടുത്ത എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം
വളരെ ബോധപൂർവ്വം ഉന്നയിച്ച ഒരു ആരോപണം എന്നതിലുപരി ഇതിലെന്തെങ്കിലും ഒരു പ്ലാനിങ് എന്താണെന്നില്ല. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല CPIM. അതുകൊണ്ട് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതിന് മറുപടി പറയേണ്ടി വരും. സംസാരിച്ച് CPM-ന്റെ നേതാക്കൾ ഈ ആരോപണം തള്ളിക്കളയുകയാണ്. അതേസമയം നിരവധി CPM നേതാക്കൾ ഇപ്പോഴും BJP നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് BJP വക്താവ് സന്ദീപ് വാര്യർ പ്രതികരിച്ചു. BJP-യിലേക്ക് വരാൻ വേണ്ടി കോൺഗ്രസിലെയും CPM-ലെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സുധാകരൻ ചർച്ച നടത്താൻ പോയ ദിവസമായിരിക്കാം ജയരാജനോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ പരിചയത്തിന്റെ പേരിലായിരിക്കാം സുധാകരൻ അങ്ങനെ പറഞ്ഞത്. ആരൊക്കെ പോയി എന്നുള്ള കാര്യം എനിക്കെന്തായാലും വ്യക്തമല്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ സംസ്ഥാനത്തെ സമുന്നത നേതാക്കൾ BJP-യിലേക്ക് വരാൻ വേണ്ടി അവർ താല്പര്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. പലരും അവസരം കാത്തു നിൽക്കുകയാണെന്നുള്ളത് സത്യമാണ്. വലിയ തോതിൽ BJP-യിലേക്ക് വരാൻ വേണ്ടിയുള്ള ആഗ്രഹം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് സ്വാധീനമുള്ള നേതാക്കൾ കടന്നു വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും പരിശ്രമം നടത്തുമെന്നുള്ളതും തീർച്ചയാണ്. അത് ഞങ്ങളുടെ അവകാശമാണല്ലോ, ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ലേ. പക്ഷെ അങ്ങനെ കടന്നു പോകുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായിട്ട് സംഗതിയൊന്നുമല്ലല്ലോ. ഇദ്ദേഹത്തിൽ ആരോപണം ഉന്നയിക്കുന്ന മുമ്പ് സുധാരൻ ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ തുറന്ന് പറയട്ടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. സുധാരൻ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് സുധാരൻ പറയട്ടെ. ഞങ്ങൾ എന്തായാലും അത്തരം പേരുകളൊന്നും പറയുന്നില്ല. സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട നേതാക്കൾ BJP-യിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കടന്നു വരുന്നവരെ മാന്യമായി സ്വീകരിക്കും. അവർക്ക് തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള അവസരം പാർട്ടി നൽകും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവരെന്തിനാണ് പരസ്പരം ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇവരെല്ലാവരും ഇതുപോലെ BJP-യിൽ ചേരാൻ വേണ്ടി പല കാലങ്ങളിൽ നടന്നിട്ടുള്ള ആളുകളല്ലേ. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഈ വിഷയം ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മനു ഭരത്തുണ്ട് കണ്ണൂരിൽ കൂടുതൽ വിവരങ്ങളുമായി. മനു, എന്തായാലും പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് BJP-യുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ മുതൽ ഈ വിഷയം ചർച്ചയായതാണ്. അപ്പോൾ തന്നെ EP ജയരാജന്റെ പേര് EP ആണോ ഇതെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇപ്പോൾ സുധാകരൻ ഇത് പറഞ്ഞതോടുകൂടി കൂടുതൽ ശക്തമായിരിക്കുകയാണല്ലോ. അതുമാത്രമല്ല, ശോഭ ഇന്ന് പറയുകയുണ്ടായി. ശോഭ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആദ്യം EP ഇതിന് മറുപടി പറയട്ടെ, എന്നിട്ട് ഞാൻ പ്രതികരിക്കാമെന്ന്. EP എന്തു പറയുമെന്ന ആകാംക്ഷയിലല്ലേ ഇപ്പോൾ കണ്ണൂർ? EP എപ്പോഴായിരിക്കും മറുപടി നൽകുക? മഞ്ജുഷ്, ഞാൻ ഇപ്പം നിൽക്കുന്നത് EP ജയരാജൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് തിരിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു അരമണിക്കൂറിനകം ഇങ്ങെത്തും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഞാനിവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നു. പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതികരിക്കേണ്ട എന്നൊരു നിലപാടാണ് EP ജയരാജൻ സ്വീകരിച്ചത്. എന്നാൽ ഈ വിവാദം അങ്ങ് കത്തിപ്പടർന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ പ്രതികരണം നടത്താം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം, ഈ കണ്ണൂർ നമുക്ക് അറിയാലോ, സ്വതവേ ഒരു ബോംബുകൾക്ക് പേരുകേട്ട ഒരിടമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ എന്തെങ്കിലും ബോംബുകൾ വരുമോ എന്നൊക്കെയുള്ള ആശങ്ക, വളരെ വലിയ സുരക്ഷാ സംവിധാനമൊക്കെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് സുധാകരൻ പൊട്ടിച്ചിരിക്കുന്നത് ഒരു പ്രതികരണ ബോംബാണ്. അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുള്ള ഒരു പ്രതികരണം, ഒരു സ്ഫോടനാത്മക പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ പേര് EP ജയരാജനാണ് എന്ന് പറയുമ്പോൾ അത് വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം ഒക്കത്തിനും വഴിതെളിക്കുന്നു. ഏതായാലും ഇതിൽ പ്രതികരിക്കാതിരിക്കാൻ ഇനി CPM-ന് കഴിയില്ല. EP ജയരാജൻ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകും. മനു, ഇക്കാര്യത്തിൽ CPM-ന്റെ നേതാക്കൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, CPM-ന്റെ മറ്റ് നേതാക്കൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, ഈ BJP-യിൽ നടക്കുന്ന എല്ലാ ചർച്ചയും K സുധാകരൻ അറിയുന്നു. അതായത് K സുരേന്ദ്രൻ BJP-യുടെ ഒരു ഏജന്റാണ്, BJP-യിലേക്ക് പോകാൻ ശ്രമിക്കുന്നയാളാണെന്നാണ്. ഇത്തരം ഒരു മറുപടി പറഞ്ഞതുകൊണ്ട് ഇത് മതിയാവുകയില്ലല്ലോ എന്തായാലും. പക്ഷെ ഒരു കാര്യമുണ്ട്, ശോഭ പറഞ്ഞത് ഡൽഹിയിൽ വെച്ച് ചർച്ച നടന്നു എന്നാണ് മുതിർന്ന CPM നേതാവുമായിട്ട്. പക്ഷേ സുധാകരൻ പറയുന്നത് ഗൾഫിൽ ചർച്ച നടന്നു എന്നാണല്ലോ. ഇത് ഈ രേഖകൾ അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്ന മട്ടിൽ തന്നെയാണോ സുധാകരൻ സംസാരിച്ചത്? അതോ വെറും ഒരു ആരോപണം എന്ന നിലയിലാണോ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്? അതെ, അല്ല, വെറും ഒരു ആരോപണം എന്ന നിലയിലല്ല. അദ്ദേഹം കരുതിക്കൂട്ടി കൃത്യമായ, സാധാരണഗതിയിൽ സുധാകരൻ പറഞ്ഞു പോകുന്നൊരു ടങ് സ്ലിപ്പല്ല ഇത്. വളരെ കൃത്യമായി അദ്ദേഹം ഇത് ആലോചിച്ച് ഉറപ്പിച്ച് പറയുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്വാഭാവികമായി ഗൾഫിൽ നടത്തി എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ എന്താണ് ഈ ഗൾഫിൽ നടത്തിയത്, പിന്നീട് ഇവിടെ നടത്തിയോ, തൃശ്ശൂർ നടത്തിയോ എന്നൊക്കെയുള്ള ചോദ്യം ഒക്കെ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ പിന്നീട് നടന്നിട്ടുണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ആദ്യ ചർച്ച നടന്നത് ഗൾഫിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനിടയിൽ നിന്ന ആൾ ഈ വിവരം തനിക്ക് നൽകി എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇദ്ദേഹം K സുധാകരൻ തറപ്പിച്ച് പറയുന്നത് ഈ MP ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയതോടുകൂടി
ഉണ്ടായ ഒരു അതൃപ്തിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു നിലപാടിലേക്ക് EP എത്തുകയും ചെയ്തത്. അതായത് പിന്നീട് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ സുധാകരൻ പറയുന്നു. ഈ അതൃപ്തി അദ്ദേഹം പല ആളുകളോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് തനിക്ക് അറിയാം എന്നൊക്കെയാണ് സുധാകരൻ വളരെ ഗൗരവമായി തന്നെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതായാലും EP ജയരാജൻ്റെ ഒരു പ്രതികരണം വരുന്നതോടുകൂടി ഇതിൽ ഒരു വ്യക്തതയുണ്ടാവും. സ്വാഭാവികമായും ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ പാസ്പോർട്ടും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് തെളിവായി നിരത്താൻ കഴിയും. അങ്ങനെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ വിശദമാക്കാനും കഴിയും. പക്ഷേ ഇത് EP ജയരാജനെ ഒരു പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്നതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് അതിൻ്റെ കരുത്ത് പ്രകടമാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം കെ സുധാകരനിൽ നിന്ന് വന്നത്. മാത്രമല്ല ഈ കണ്ണൂരിലെ പോരാട്ടം കെ സുധാകരന് എതിർ സ്ഥാനാർത്ഥി MV ജയരാജനാണെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണ് മുന്നിൽ നിന്ന് ഇത് നയിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ കണ്ണൂരിൽ സുധാകരൻ വേഴ്സസ് മുഖ്യമന്ത്രി എന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്. അതിനിടയിലാണ് ഈ സ്ഫോടനം പരമായ ഒരു ശരിയാണ് മനു. എന്തായാലും ഇക്കാര്യത്തിൽ EP ജയരാജന്റെ പ്രതികരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് CPM-നും അത് അത്യാവശ്യമാണ്. EP ജയരാജൻ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കും. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു കുറവും സംസ്ഥാനത്തില്ല. വയനാട്ടിലാണ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആരോപണം വന്നിരിക്കുന്നത്. ഭക്ഷ്യക്കിറ്റുകൾ കെ സുരേന്ദ്രന് വേണ്ടി വിതരണം ചെയ്തിരുന്നു. വയനാട്ടിൽ വിവിധ ഭാഗങ്ങളിൽ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലുമാണ് വോട്ടർമാർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി BJP കൊണ്ടുവന്നത്. ഇതിനെതിരെ UDF-ഉം LDF-ഉം രംഗത്തെത്തിയിരിക്കുകയാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് വയനാട്ടിൽ നടക്കുന്നതെന്നാണ് LDF-ന്റെയും UDF-ന്റെയും ആരോപണം. ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയ പണമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥിയായ ആനി രാജയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. BJP ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച പല കാര്യങ്ങളും ഇവിടെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് ഇപ്പോൾ ഈ കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധനങ്ങൾ കൊടുത്ത് സ്വാധീനിക്കുക വോട്ടർമാരെ എന്നുള്ളത്, പ്രത്യേകിച്ച് വീക്കർ സെക്ഷനിൽപ്പെട്ടവരെ സ്വാധീനിക്കുക എന്നുള്ളത്, അത് വടക്കേന്ത്യയിൽ പരീക്ഷിച്ച് പലയിടത്തും അവർ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമെല്ലാം അടിച്ചു മാറ്റിയിട്ട്, രാജ്യത്തിന്റെ പണം അടിച്ചു മാറ്റി അത് ഇങ്ങനെ ഈ രീതിയിൽ MP-മാരെ നേരിട്ട് വാങ്ങുക അല്ലെങ്കിൽ MLA-മാരെ വാങ്ങുക, അട്ടിമറിക്കുക, ഭരണം അട്ടിമറിക്കുക. അതല്ലാതെ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ടർമാരെ ഈ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് BJP ഇവിടെ നടത്തിയിരിക്കുന്നത്. കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ കിറ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. തനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഭക്ഷ്യക്കിറ്റുകൾ വയനാട്ടിൽ വിതരണം ചെയ്യുന്നത് എന്നുള്ള ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. ഭക്ഷ്യക്കിറ്റ് വിശ്വാസിയുടെ വഴിപാടാണെന്നാണ് BJP-യുടെ വിശദീകരണം. കെ സുരേന്ദ്രൻ ഇക്കാര്യം പറയുകയും ചെയ്തു. സിദ്ദിഖിനും രാഹുൽ ഗാന്ധിക്കും പണ്ടേ ഗോത്ര സമൂഹത്തോട് പകയാണെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് BJP-യുടെ തലയിൽ അട്ടിമറിച്ചിരിക്കുന്നത്. BJP-യെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ, LDF-ഉം UDF-ഉം. പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത? ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ? അത് ആ ഗോത്ര സമൂഹത്തെ, ആദിവാസി സമൂഹത്തെ LDF-ഉം UDF-ഉം അപമാനിച്ചിരിക്കുകയാണ്, അവരെ പരിഹസിച്ചിരിക്കുകയാണ്, അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കിറ്റിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരാരും ഭക്ഷിക്കാത്തതാണോ? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ആദിവാസികൾക്ക് മാത്രമാണോ പയറും പപ്പടവും ഒക്കെ? ബാക്കിയുള്ളവരൊന്നും ഇത് കഴിക്കുന്നവരല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഇത് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് എന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? ആദിവാസി ഗോത്ര സമൂഹത്തെ കോൺഗ്രസും CPM-ഉം അപമാനിച്ചിരിക്കുക. ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. BJP-യുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് കെ സുരേന്ദ്രന്റെ വാക്കുകൾ. എന്നാൽ LDF-ഉം UDF-ഉം ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. വയനാട്ടിൽ ആദിവാസി ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഭക്ഷ്യക്കിറ്റുകൾ കൊണ്ടുവന്നത് എന്നാണ് LDF-ന്റെയും UDF-ന്റെയും പരാതി. കൂടുതൽ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും.
കൊട്ടിക്കലാശത്തിന് പിന്നാലെയാണ് സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലെ 5-ാം മൈലിലും 2 സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നായി 1500-ലധികം ഭക്ഷ്യക്കിറ്റുകൾ പിക്കപ്പ് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതായി രഹസ്യ വിവരം തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന് ലഭിച്ചത്. ഉടൻ തന്നെ പോലീസിന്റെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ വാഹനങ്ങൾ പരിശോധിച്ചു. അതിന് തൊട്ടു പിന്നാലെ LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ ഈ സൂപ്പർ മാർക്കറ്റുകൾക്ക് മുമ്പിൽ തടിച്ചുകൂടുകയായിരുന്നു. നേതാക്കൾ ഉന്നയിച്ച ആക്ഷേപം ഇത് BJPയുടെ നേതൃത്വത്തിൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പിന് മുൻപായി വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനു വേണ്ടി വിതരണം ചെയ്യാൻ കൊണ്ടുപോകുന്ന കിറ്റുകളാണ് എന്നായിരുന്നു. ഇതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരും ഈ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ വിശദമായ പരിശോധനകൾ ആവശ്യമാണെന്നായിരുന്നു സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. അതിന് തൊട്ടു പിന്നാലെയാണ് BJP ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. കെ സുരേന്ദ്രനെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ആദിവാസി സമൂഹത്തെ അപമാനിക്കുന്നതിനും അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിനുമുള്ള നടപടിയാണ് UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. രാഹുൽ വിരുദ്ധ വികാരം വയനാടിൽ ആളിക്കത്തുകയാണ്. അത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കിറ്റ് വിവാദമല്ല, ക്വിറ്റ് രാഹുൽ വിവാദമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ വിശദീകരിച്ചു. എന്നാൽ അതിരൂക്ഷമായ വിമർശനവുമായാണ് ഇടതു സ്ഥാനാർത്ഥി ആനി രാജ അടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിനുള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നായിരുന്നു ആനി രാജയുടെ പ്രതികരണം. കോൺഗ്രസ് നേതാക്കളും അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള നീക്കത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ BJP ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കുന്നത് ഒരു വിശ്വാസി ക്ഷേത്രത്തിലെ വഴിപാടിന്റെ ഭാഗമായി നൽകിയ നേർച്ചയാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യാൻ എത്തിയത്. അതിനെ BJPയുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ BJP തയ്യാറാണ്. മറിച്ച് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് LDF-ഉം UDF-ഉമാണ് എന്ന ആക്ഷേപമാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ വലിയ തരത്തിൽ വിവാദമായി മാറിയിരിക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കിറ്റ് വിവാദം. മറ്റൊരു പ്രധാനപ്പെട്ട പരാതി ഉയർന്നു വന്നത് മന്ത്രി കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും ഏറ്റുമുട്ടുന്ന ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ്. അവിടെ കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്ന്, അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തതാണ് പ്രശ്നമായത്. ആയുധങ്ങൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ഉപേക്ഷിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. രമ്യ ഹരിദാസാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ദൃശ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. കൊട്ടിക്കലാശത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്ത ഒരു വാഹനം വഴിയരികിൽ നിർത്തിയിട്ട് ആ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സംഭവം അതീവ ഗൗരവമുള്ളതാണെന്നാണ് രമ്യ ഹരിദാസ് പരാതിയായി പറഞ്ഞത്. CPM വ്യാപകമായി ആലത്തൂർ മണ്ഡലത്തിൽ അക്രമത്തിന് ശ്രമിക്കുന്നതായും രമ്യ ഹരിദാസ് പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രചാരണ ബോർഡുകൾ അഴിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങളാണെന്നാണ് CPMന്റെ പ്രതികരണം. ഇതാണ് ആ CCTV ദൃശ്യങ്ങൾ. CCTV ദൃശ്യത്തിൽ ഉള്ളവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയ ശേഷം ചേലക്കര പോലീസ് വിട്ടയക്കുകയും ചെയ്തു. രമ്യ ഹരിദാസിന്റെ പ്രതികരണം കേൾക്കാം. വലിയ വിവാദമായിരുന്നല്ലേ? ഏതാ ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദമായിരുന്നു പത്രമാധ്യമത്തിനകത്ത്. കാരണം ഒന്ന് ആലോചിക്കേണ്ടത്, സമാധാനപരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ബോംബ് നിർമ്മിച്ച് വാളുകളും അല്ലെങ്കിൽ മറ്റു മാരകായുധങ്ങളൊക്കെ ഉപയോഗിച്ച് വരുന്ന ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുക. അവർക്കൊരു പ്രയാസം വരുമ്പോഴേക്കും അവിടെ ഓടിയെത്തണമെങ്കിൽ മാരകായുധങ്ങൾ കൊണ്ടു നടക്കേണ്ട കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ്. ഇന്നലെ കലാശക്കൊട്ടിൻ്റെ സമാപനത്തിലേക്ക് പോകുന്ന പ്രചരണ വാഹനത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണം. നാളെ രാവിലെ കാലത്ത് 7 മണിയാകുമ്പോഴേക്കും വോട്ടർമാർ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകും. ഈ മാരകായുധങ്ങളും കൊണ്ട് നടന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിഷയമുണ്ടാക്കുമ്പോൾ ആളുകൾ നോക്കിക്കാണും. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകൾ അതേ അകമ്പടി വാഹനത്തിൽ ഈ ആയുധങ്ങൾ അങ്ങനെ സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്ക് ഈ മാരകായുധങ്ങൾ വാഹനത്തിൽ കൊണ്ടു നടക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. അപ്പൊ അത് അക്രമം ആലത്തൂരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സമാധാനപരമായിട്ട് പോകുന്ന ഇടങ്ങളിലേക്ക് അക്രമത്തിന് വ്യാപിപ്പിക്കാൻ നോക്കല്ല. അതപ്പോ എന്താ ഇതിനകത്ത് ശതമാനം ഉറപ്പല്ലേ? നമ്മുടെ പ്രദേശങ്ങളിലത്തെ മാരകായുധങ്ങൾ വരുന്നു എന്ന് പറയുന്ന സമയങ്ങളിൽ ആളുകൾ ഇപ്പൊ പലരും വിളിച്ചുകൊണ്ടിരിക്കുക. ഇത് എവിടേക്കാ വെച്ചതെന്ന് അറിയില്ല, എവിടേക്കാ ഇനി ഇതുപോലെ കൊണ്ടിട്ടത് അറിയോ, എവിടേക്കാ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക എന്ന് പല ആളുകളും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നിങ്ങൾ വിചാരിക്കും ഇതൊരു ചേലക്കര പഞ്ചായത്തിൽ മാത്രമാണെന്നാണ് കരുതുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ വലിയ ആസൂത്രിതമായിട്ടുള്ള വലിയ നീക്കങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇനി എവിടെയെങ്കിലും ഒക്കെ ഇതേപോലെ മാരകായുധങ്ങൾ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ
ഇന്നലെ ഈ റോഡ് ഷോ പോയത് മുതൽ ഉള്ള വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഏതെങ്കിലും എന്താ പറയുക വാഹനങ്ങൾ നിർത്തി ഇത്തരം ആയുധങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ കൊട്ടിക്കലാശത്തിനിടെ പ്രചാരണ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ LDF സ്ഥാനാർത്ഥി മന്ത്രി കെ രാധാകൃഷ്ണനും പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രവർത്തകരോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അബദ്ധത്തിൽ ഈ വാഹനത്തിൽ ഇങ്ങനെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അത് പിന്നീടാണ് മനസ്സിലായത്, അതുകൊണ്ട് അത് ഉപേക്ഷിച്ചതാണെന്നാണ്. അതേസമയം തന്നെ CPMന്റെ പ്രവർത്തകർ പറയുന്നത് ഈ കൊടിതോരണങ്ങൾ ഒക്കെ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി, പ്രചാരണ ബോർഡുകൾ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ആയുധങ്ങളാണെന്നാണ്. എന്തായാലും ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് വിനേഷ് കുമാർ തരും ആലത്തൂരിൽ നിന്ന്. ആലത്തൂർ LDF സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന്റെ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് പോയി വരുന്ന സംഘം, അതായത് വാഹന വ്യൂഹത്തിൽ നിന്ന് ഒരു കാർ അവിടെ റോഡരികിൽ നിർത്തുകയും അതിൽ നിന്ന് 2 ആയുധങ്ങൾ എടുത്ത് പുറത്തു വെക്കുകയും ചെയ്ത ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, അതിനുശേഷം അതേ വാഹനത്തിൽ തന്നെ, അതേ ചുവന്ന കാറിൽ തന്നെയുള്ളവർ ആ ആയുധം കാറിൽ തന്നെ കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ അക്രമം ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നുള്ളൊരു ആരോപണമായി UDF ആണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് LDF ഈ ഭാഗത്ത്, ചേലക്കര ഭാഗത്ത് പരക്കെ അക്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ആയുധങ്ങളുമായി സഞ്ചരിച്ച് എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ LDF പറയുന്ന അതല്ല, മറിച്ച് ഇത് കൊണ്ടുവന്നവർ, അതായത് കൊടിയും മറ്റ് സാധനങ്ങളും അറുത്ത് മുറിക്കുന്നതിനും കയറും മറ്റും മുറിക്കുന്നതിനുള്ള കത്തിയും ഒപ്പം തന്നെ കുഴിയെടുക്കുന്നതിനുള്ള പാരയും, ഈ 2 സാധനങ്ങൾ മാത്രമാണ്. ഇത് പോലീസ് പറയുന്നതും അത് തന്നെയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി ആ വീട്ടിലുള്ള ആളുകളുടെ മൊഴിയെടുത്തു. ഒപ്പം തന്നെ ഈ കാറിലുണ്ടായിരുന്ന 3 പേരുടെ മൊഴിയും സ്പെഷ്യൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചേലക്കര പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് മൊഴിയെടുത്തിരിക്കുന്നത്. അത് പ്രകാരമാണെങ്കിൽ ഇതിന് തൊട്ടടുത്ത്, അതായത് ഈ കൊട്ടിക്കലാശം കഴിഞ്ഞ ശേഷം കടന്നു പോകുന്ന വാഹനം പോലീസ് പരിശോധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് കത്തിയും ഈ പാരയും വെക്കുന്നത് ഒരുപക്ഷെ അപകടമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരത് വഴിയിൽ വെച്ച ശേഷം പിന്നീട് വന്നെടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് വരികയും, പിന്നീട് വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ ഇവിടെ വെക്കേണ്ടതില്ല, തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച സാധനം തിരിച്ചെടുത്തു കൊണ്ടുപോയി മറ്റു സ്ഥലത്ത് ഭദ്രമായി വെക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ഇത് ഒരു ആക്രമണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു വലിയ പരക്കെ അക്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമല്ല എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. LDF നേതാക്കളുടെ വിശദീകരണം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ആ മേഖലയിൽ, ആലത്തൂർ മണ്ഡലത്തിൽ വ്യാപകമായ അക്രമം നടത്തുന്നതിന് വേണ്ടിയിട്ട് LDF നടത്തിയിരിക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ആയുധം കൈവശം വെച്ചിരിക്കുന്നത് എന്നാണ് ആലത്തൂർ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് പ്രതികരിച്ചത്. എന്നാൽ അതെല്ലാം തന്നെ, അവരുടെ എല്ലാം വാദം പൂർണ്ണമായും ശരിയല്ല എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ, അതായത് LDF ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ പറയുന്നത്. കാരണം ഇതിങ്ങനെ പ്രവർത്തകർ സാധാരണ നിലയിൽ നമ്മൾ ഇത്തരത്തിൽ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് കൊടികളും മറ്റും അഴിക്കുന്നതിനും കയറ് വെട്ടിമുറിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ തൂണുകൾ മറ്റ് തൂണുകളോ മറ്റെന്തെങ്കിലും സ്ഥാപിക്കുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന പാരയുമാണ്. അത് വലിയ രീതിയിൽ UDF നേതാക്കൾ വലിയ സംഭവമാക്കി, അല്ലെങ്കിൽ ഇത് വലിയ അക്രമത്തിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലേക്ക് അതിന്റെ പിന്നിൽ വലിയ അജണ്ടയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് LDF നേതാക്കൾ പറയുന്നത്. തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇന്ന് കോട്ടയത്താണ് പ്രധാനമായും നിശബ്ദ പ്രചാരണ ദിവസം ചെലവഴിച്ചത്. മതസാമുദായിക നേതാക്കളെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കോട്ടയത്തെത്തിയ അദ്ദേഹം പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരെ കണ്ടു. NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും അദ്ദേഹം കണ്ടു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തുവാൻ സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ G ശ്രീജിത്ത് നൽകും. നിശബ്ദ പ്രചരണ ദിവസം സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ സുരേഷ് ഗോപി മറ്റൊരു ശൈലി സ്വീകരിക്കുന്നു. സംസ്ഥാനത്തെ ബിഷപ്പ് ഹൗസുകളിലും ഒപ്പം തന്നെ NSS SNDP ജനറൽ സെക്രട്ടറിമാർ ഇവരെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. രാവിലെ പാലാ ബിഷപ്പിൽ നിന്നാണ് തുടങ്ങിയത്. തുടർന്ന് അദ്ദേഹത്തെ ജോസഫ് കല്ലറങ്ങാട്ടിനെ കണ്ടു. അതിനുശേഷം അദ്ദേഹം കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ജോസ് പുളിക്കലിനെയും കണ്ടു. ഇന്നലെ രാത്രി അരുവിത്തര പള്ളിയിലെത്തി പെരുന്നാളിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രചരണമല്ല നിശബ്ദ പ്രചരണ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലം വിട്ടൊരു പര്യടനത്തിന് ഫലത്തിൽ തുടക്കം കുറിച്ചത്. രാവിലെ പാലാ കുരിശുപള്ളി മാതാവിന് മുന്നിൽ മെഴുകുതിരിയും കത്തിച്ചു സുരേഷ് ഗോപി. തുടർന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും കണ്ടു. ഇതെല്ലാം സ്വകാര്യ സന്ദർശനം എന്നാണ്
സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത്. NSSന്റെ അടക്കം തനിക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും കുറച്ചു നേരം ഏതാണ്ട് അരമണിക്കൂറോളം ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. സാധാരണ NSS ആസ്ഥാനത്ത് നേരത്തെ ഒരു തവണ ബജറ്റ് സമ്മേളനത്തിലേക്ക് അദ്ദേഹം കടക്കാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പലതവണ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ജി സുകുമാരൻ നായർ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ആദ്യമായാണ് ഒരു സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇന്ന് സംസ്ഥാനത്തെ മറ്റു പല ബിഷപ്പുമാരെയും അദ്ദേഹം ഇന്ന് രാത്രി വരെയും അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചകൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ദിവസം ഇത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് സുരേഷ് ഗോപി നടത്തിയത്. വ്യത്യസ്തമായ ഒരു കാര്യമാണ് നിശബ്ദ പ്രചാരണ ദിവസം സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മണ്ഡലത്തിലില്ല, മറിച്ച് അദ്ദേഹം ബിഷപ്പ് ഹൗസുകളിലും മറ്റ് മതസാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുമാണ് ചെലവഴിക്കുന്നത്. ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ഇരട്ട വോട്ട് എന്നുള്ള ആരോപണം വീണ്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ട് ഇല്ലെന്നാണ് കമ്മീഷൻ പറയുന്നത്. സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ മാത്രമാണ് വോട്ടർ പട്ടികയിൽ ഉള്ളത്. അത് 1% താഴെ മാത്രമേ വരികയുള്ളൂവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ ചെയ്യാതിരിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തലസ്ഥാനത്ത് പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. നിശബ്ദ പ്രചാരണ ദിവസവും പരമാവധി വോട്ട് ഉറപ്പിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് UDFന്റെയും LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ. ശശി തരൂരിനെ തലസ്ഥാനത്തെ മധ്യവർഗം കൈവിട്ടതായാണ് LDF സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഇന്ന് ന്യൂസ് 18 കേരളത്തോട് പറഞ്ഞത്. തരൂരിന് വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇപ്പോഴും LDFും BJPയും തമ്മിലുള്ള മത്സരമാണെന്നാണ് പന്നിൻ രവീന്ദ്രൻ വിശ്വസിക്കുന്നത്. നിശബ്ദ പ്രചരണത്തിൽ ദിവസമാണെന്ന് സ്ഥാനാർത്ഥികൾ പരമാവധി അവസാനവട്ടം എല്ലാവരെയും നേരിൽ കണ്ട് കാണാനുള്ള വിട്ടുപോയ ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ചേരുന്നു. ഇനി 24 മണിക്കൂർ താഴെയുള്ളൂ വോട്ടിംഗ് തുടങ്ങാൻ. എങ്ങനെയുണ്ട് ഈ സമയത്തെ പ്രതീക്ഷ? ഒരു പ്രതീക്ഷയിൽ ഒരു കോട്ടുമില്ല. പ്രതീക്ഷ വാനോളമാണ്. പക്ഷേ നമ്മൾ മേലെ കയറിയില്ല എന്ന് മാത്രമേ, നമ്മൾ ഭൂമിയിൽ തന്നെ ഉണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ അവസാനത്തെ കൊട്ടിക്കലാശം ക്രെയിനിന് മുകളിൽ 2 സ്ഥാനാർത്ഥികൾ അവർ മേലെ പറക്കട്ടെ. അതാണ് രണ്ടുപേരും മേലെ പറയപ്പെട്ടെ. ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ് എനിക്ക് എങ്ങനെ ഈ ധൈര്യം വന്നു. ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹം 2005 പരിശോധിക്കട്ടെ. മറുപടി അതെ, അദ്ദേഹത്തിനാണ് മറുപടി. അദ്ദേഹം പറഞ്ഞ് പന്നിയൻ രവീന്ദ്രൻ എങ്ങനെ ഈ ധൈര്യത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അദ്ദേഹം 2005 പരിശോധിക്കട്ടെ. 2005 ഇവിടെ ഒരു MP ആയിരുന്ന ഒരാളാണ് ഞാൻ. അത് പലരും വിട്ടുപോയി, നിങ്ങളിൽ പലരും വിട്ടുപോയി. നിങ്ങളെ കൂട്ടത്തിൽ ഒരു ചാനലുകാരൻ അങ്ങനെയൊന്നും അറിയേയില്ല. ഒരു ചാനലുകാരൻ 2005 ഞാൻ MP ആയ കാര്യം അറിയേയില്ല, ചാനൽ അവതാരികനും അറിയില്ല. ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് നോക്കാം. ഇന്നലെ അങ്ങ് പറഞ്ഞു LDFും BJPയുമായിട്ടാണ് പോരാട്ടം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലല്ല, BJPയും UDFും തമ്മിൽ മത്സരമാണ് 2ാം സ്ഥാനത്തേക്ക്. കേരളത്തിൽ പൊതുവെ പറയുന്നത് ഗോവിന്ദമാഷ് സംസാരിച്ചാൽ അത് ശരിയാണ്. കേരളത്തിൽ പൊതുവെ UDF നമ്മളാണ്. BJPക്ക് കേരളത്തിൽ അഡ്രസ് ഇല്ല. ഇവിടെ തിരുവനന്തപുരത്ത് അവരും മറ്റവരും തമ്മിൽ മത്സരമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മറ്റവർക്ക് ഒരുപാട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. എനിക്കെങ്ങനെയാ ഇതിന് ധൈര്യം മതിയെന്ന് ചോദിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന് അണികൾ ഒരുപാട് ചോർന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തെ മധ്യവർഗ വിഭാഗം അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നു. ഇതൊന്നും അറിയാതെ വെറുതെ സംസാരിക്കുന്നത്. അപ്പോ NDAയും LDF തമ്മിലാണ് പോരാട്ടം, ഉറപ്പാണ്. ഏത് അല്ല, NDAയും UDFും ഉണ്ട്, രണ്ടും ഉണ്ട്. രണ്ടു കൂട്ടർ 2ാം സ്ഥാനത്തിന് കൊണ്ട് നിൽക്കാം. നമ്മുടെ തൊട്ട് പിന്നിലായിരിക്കും. എന്നാലും അത് നമുക്ക് നോക്കാം, അത് നമുക്ക് പിന്നെ കാണാലോ. ഇപ്പൊ നമ്മളിനി തീർത്ത് പറയണ്ടല്ലോ, ഇനി ജനങ്ങളെ മുമ്പിലേക്ക് പോവല്ലേ. വിട്ടുപോയ എല്ലാ ആളുകളെയും കാണുന്നുണ്ട്. എങ്ങനെയാണ്? ഉണ്ട്. നമ്മളിനിയും അവസാന ലാപ്പിൽ നമുക്ക് ആളുകളെ ഒന്ന് കാണണം. മാത്രമല്ല, ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ മീഡിയാസ് നമ്മളെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്നുള്ള ഇല്ലല്ലോ. ഇങ്ങനെയൊരു LDF സ്ഥാനാർത്ഥി ഉണ്ടെന്നുള്ള കാര്യം ജനങ്ങളെ അറിയിച്ചില്ലല്ലോ. കണ്ടു ആ പ്രചരണ സമയത്ത് വാഹന പ്രചരണം. അല്ല, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ ജനങ്ങളെ അറിയിച്ചില്ലല്ലോ ആ കാര്യം നിങ്ങൾ തമസ്കരിച്ചല്ലോ. ഒരു പണക്കാരായ ആളുകൾ ഇവിടെ വന്നാൽ ഇതാണ് സ്ഥിതി എന്നുള്ളത് എനിക്ക് ജനങ്ങൾക്ക് ബോധ്യമാവത്. കാരണം ഈ എന്തായാലും ലക്ഷക്കണക്കിന് ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. നമ്മളെ പിന്നിൽ തൊഴിലാളി വർഗം, അധ്വാനിക്കുന്ന ആളുകളും ഇടത്തരക്കാരൊക്കെ നമ്മൾ ഒരുപാട് ആളുകളുണ്ട്. അവരിതൊക്കെ മനസ്സിലാക്കല്ലോ. നിങ്ങൾ ഈ ചാനലും മീഡിയാസും ഇങ്ങനെ തമസ്കരിച്ചാൽ എന്താ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കില്ല. അതിനെക്കുറിച്ച് പറയാം, എനിക്ക് സന്ദർഭമുണ്ടല്ലോ പറയാം. കാരണം തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരുമായിട്ട് അത്ര വലിയ വൈകാരിക ബന്ധമുള്ള ഒരാളാണ് ഞാൻ.
അപ്പൊ എനിക്കിങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ ഇനി മറ്റുള്ളവർക്ക് എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ആലോചിക്കുക. ഏതായാലും നിശബ്ദ പ്രചരണ ദിവസത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ നിന്ന് സാധാരണ അദ്ദേഹം ജോയിന്റ് കൌൺസിൽ ഓഫീസിലാണ് താമസിക്കുന്നത്. ജോയിന്റ് കൌൺസിൽ സിപിഐയുടെ സർവീസ് സംഘടന ജോയിന്റ് കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരത്തിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി MN സ്മാരകം പണി നടക്കുന്നതിന് ശേഷം അദ്ദേഹം ഇവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം രാവിലെ ഇറങ്ങുകയാണ്. സാധാരണ ഇവിടുന്ന് ഒരു ചായയെ കുടിച്ച് അദ്ദേഹം പുറത്തേക്ക് പോയി. ഇന്നും അദ്ദേഹം ഇറങ്ങുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ ഈ ഘട്ടത്തിൽ വിമർശിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ ഇങ്ങനൊരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന കാര്യം പോലും തമസ്കരിച്ചു എന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ഏതായാലും ഒന്നാം സ്ഥാനം ഉറപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് UDF-ഉം NDA-യും തമ്മിലുള്ള മത്സരം. വിജയം ഉറപ്പെന്ന് പറഞ്ഞുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ നിശബ്ദ പ്രചരണത്തിനായി ഇറങ്ങുകയാണ്. MV ഗോവിന്ദന്റെ തിരുത്തു വന്നതോടുകൂടി LDF-ഉം BJP-യും തമ്മിലുള്ള ഫൈറ്റാണ് എന്നുള്ള ആ ഒരു പരാമർശത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് പന്ന്യൻ രവീന്ദ്രൻ. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് BJP-യും UDF-ഉം മത്സരിക്കുന്നത് എന്നാണ് പന്ന്യന്റെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം ശശി തരൂരിൻ്റേത് വ്യാജ പ്രചാരണങ്ങളും മൂന്നാം കിട രാഷ്ട്രീയവുമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പറഞ്ഞത്. വികസന രാഷ്ട്രീയം തിരുവനന്തപുരത്തെ വോട്ടർമാർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. പോളിംഗിലേക്ക് പോവുകയാണ് NDA സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ദിവസമൊക്കെ കലാശക്കൊട്ട് അങ്ങ് മഴയത്തൊക്കെ നിന്നിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു. 40 ദിവസം നീണ്ടുനിന്ന പ്രചരണം. ഏറ്റവും ഒടുവിൽ പരിശോധിക്കുമ്പോൾ എത്രമാത്രമാണ് ഒരു ആത്മവിശ്വാസം, പ്രതീക്ഷ? അല്ല, എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. അത് എന്നെ പറ്റിയല്ല, അത് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റം വേണം. ഇത് 10, 15, 20 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടക്കാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജനങ്ങൾക്ക് ഒരു പുരോഗതിയും വികസനത്തിൻ്റെ അവർക്കും ഒരു അവകാശമുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ഒരു മാറ്റം വേണമെന്ന് അവരെന്നെ പറയുന്നു. അതുകൊണ്ട് ഞാൻ മാത്രമേ BJP NDA ആയ സ്ഥാനാർത്ഥി, BJP NDA ആയ പാർട്ടി മാത്രമേ പുരോഗതിയും വികസനത്തിനെ പറ്റി മുമ്പോട്ട് വയ്ക്കുന്ന ഐഡിയാസ് എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ പണി ചെയ്യാനാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ടോ ഒരു ഡൽഹിയിലൊരു വീട് വേണോ അതായിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും ഒരു സിൻസിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക്. അതിൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഇവിടെ മാറ്റം വരുമെന്ന്. ഇതിൽ ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ പോളിസീസ് എല്ലാം ഇതാണ് കാര്യം, ഇതാണ് ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസിന്റെ ഡെസ്പറേഷൻ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇവര് ഇങ്ങനത്തെ ഓരോരോ ഭ്രമവും പ്രോപ്പഗാൻഡയും വർഗീയവാദീനെ ജനങ്ങളെ പേടിപ്പിച്ച് ഇത് അങ്ങനത്തെ വീഡിയോസ് എല്ലാം, പിന്നെ ലീഫ്ലെറ്റ്, ഇങ്ങനെ ഓരോരോ ലീഫ്ലെറ്റ് ഇറക്കുക. ഒരു ഒറ്റ പാവങ്ങൾക്കും കർഷകർക്കും മത്സ്യത്തൊഴിലാളി ആയ ആ തീരദേശ മേഖലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ഒറ്റ ഐഡിയ ഇല്ല. ബട്ട് ഇന്നലെ മുതൽ അവരൊരു വീഡിയോ ഇങ്ങനെ പേടിപ്പിച്ച് മണിപ്പൂരിനെ പറ്റി നോണ, ബീഫിനെ പറ്റി നോണ, കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ അതിനെ പറ്റി നോണ, ജനങ്ങളെ പേടിപ്പിച്ച് ഭീഷണി പിടിപ്പിച്ചിട്ട് ആണ് അവരുടെ ഒരു ക്യാമ്പയിൻ. അതേസമയത്ത് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഒരു ബഹിഷ്കരണത്തിന്റെ വാർത്ത കൂടി വരികയാണ്. വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പറയുന്നത് ആലപ്പുഴ മണ്ഡലത്തിൽപ്പെട്ട പെരുമ്പളം ദ്വീപിലെ 200ഓളം കുടുംബങ്ങളാണ്. അവിടെ ഒരു 22 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല. അക്രമി സംഘത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല. അഭിരാം എന്ന കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാരായ ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനാൽ തന്നെ പെരുമ്പളം ദ്വീപിൽ വോട്ട് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, എന്താണ് ഈ സംഭവം? എന്താണ് പെരുമ്പളം ദ്വീപിലെ ആളുകൾ പറയുന്നത്? മഞ്ജുഷ, ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പളം പഞ്ചായത്തിലെ 2ാം വാർഡിലാണ്. ഇവിടെയുള്ള 200ഓളം വോട്ടർമാരാണ് വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആ പ്രതിഷേധത്തിലേക്ക് എത്തിയ പ്രധാന സംഭവം കഴിഞ്ഞ ദിവസമുണ്ടായ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ ഉണ്ടായ ഒരു സംഭവമാണ്. അഭിരാം എന്ന 21 വയസ്സുകാരൻ ഇവിടെ തൊട്ടടുത്ത കുട്ടികൾ കളിക്കുന്ന ഒരു പാടശേഖരത്ത് വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി. പിന്നീട് പിറ്റേ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യക്ക്, അതായത് അഭിരാമിന്റെ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത് തന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ നിരന്തരം മർദ്ദനത്തിന് ഇരയാകുന്നു. ഒരു സംഘം ആളുകളുടെ, അതായത് മയക്കുമരുന്ന് മാഫിയ അടക്കമുള്ള ആളുകളുടെ അക്രമി സംഘത്തിന്റെ ആക്രമണത്തിന് 3 വർഷമായി ഇരയായിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഒരു സൊല്യൂഷനും ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ തന്റെ മരണം കൊണ്ടെങ്കിലും ഈ കുട്ടികൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പ് വരെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും, അതായത് പരാതിയുമായി പെരുമ്പളം പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും അടക്കം നിരവധി തവണ കയറിയിറങ്ങിയ രക്ഷകർത്താക്കളാണ് നമ്മളോടൊപ്പമുള്ളത്. മർദ്ദനത്തിനിരയായ കുട്ടികളും നമ്മളോടൊപ്പമുണ്ട്. അവർ പറയുന്നത് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാകുന്ന, തന്റെ മരണം കൊണ്ടെങ്കിലും അത്തരത്തിൽ ഈ കുട്ടികൾ സംരക്ഷിക്കപ്പെടണമെന്ന് എഴുതി വെച്ചുകൊണ്ടാണ് 22 വയസ്സുകാരനായ അഭിരാം ആത്മഹത്യയിലേക്ക് പോയത്. ഇപ്പോൾ ഇവിടെ രക്ഷകർത്താക്കളുണ്ട്, അഭിരാമിന്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് സംസാരിക്കാവോ? ഇനി എന്റെ കുഞ്ഞുമക്കൊന്നും ഉണ്ടാകരുത്. അവന്റെ അനിയന്മാർക്ക് ഒന്നും അവന്റെ അനിയന്മാരായിരുന്നു എല്ലാ മക്കളും. ഈ അഭിരാമ് മരിക്കുന്നതിന് മുമ്പത്തെ ദിവസവും മർദ്ദനത്തിനിരയായിരുന്നു അമ്മ? ഇല്ല, അവന്റെ ഒരു കൂട്ടുകാരന്റെ ഞാൻ ചോദിച്ചു, ഒരു അടിയന്തരം കല്യാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ചോദിച്ചു, മാനെന്താ? ഞാൻ കല്യാണത്തിന് അട്ടേ കിടന്ന് ഉറങ്ങിപ്പോയെന്ന് പറയും. അവന്റെ ഒരു കൂട്ടുകാരനെ അതിനെ നേരത്തെ അവനെ ഒറ്റക്ക് കിട്ടിയപ്പോ തല്ലിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പോയി അവനെ തല്ലിയതൊന്നും ഇവർ കണ്ടില്ലായിരുന്നു. ഇവൻ കണ്ടില്ല. ഈ മരിക്കുന്നതിന്റെ തലേ ദിവസവും, അതായത് 3 വർഷം മുമ്പ് ഉണ്ടായ ആ സംഭവങ്ങൾക്ക് ശേഷം മരിക്കുന്നതിന് തലേ ദിവസവും അടിച്ചിട്ടുണ്ടോ? അവന് തല്ലി മൊത്തം ചതവുണ്ടായിരുന്നു, ശരീരം മുഴുക്കി. പാടത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിൽ ഇരുന്നപ്പോഴാണ് ഒറ്റക്കാണ് ഉണ്ടായിരുന്നത്. അവന് അതിന് കണ്ട സാക്ഷികൾ വരെ ഉണ്ട് ഇവിടെ തല്ലണത്. അത്തരത്തില് ഇവിടെ നാട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങനെ ഒരു പരസ്യമായിട്ടാണോ ഇവിടെ? അപ്പൊ എന്റെ മോള് അക്ഷയ പോയിട്ട് വരുമ്പോഴാ പറയണത്, അമ്മ അഭിനെ എല്ലാരും ഇട്ട് തല്ലണമെന്ന്. ഞാനും എന്റെ ഭർത്താവും എന്റെ അമ്മയും കൂടി ഓടിച്ചെന്ന്, അയലൊക്കത്തുള്ള ഒരു ചേച്ചിയും കൂടി ഓടിച്ചെന്നപ്പോ കൊച്ചിനെ നല്ലിടുന്നല്ലേ. അപ്പൊ അവൻ തൊഴുതുന്നുണ്ട് പറയണ, എന്നെ തല്ലല്ലേന്ന്. പക്ഷെ എന്തുകൊണ്ട് അവൻ അങ്ങനെ പറയണെന്നറിയില്ല. കൊച്ചിനെ എന്തോ കാട്ടി അതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ കൊച്ചിനെ അവിടെ മുമ്പ്, അതായത് മഞ്ജുഷ പറയുന്ന ഒരു കാര്യം, ഇതിനു മുമ്പ് ഇവിടെ ഒരു അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് 3 വർഷം മുമ്പ് ഇവിടെയുള്ള കുട്ടികളും ഈ പറഞ്ഞ ആക്രമി സംഘവുമായി ഒരു തർക്കമുണ്ടാകുകയും അടിയുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള ഏത് പരിപാടികൾക്ക്, അതായത് അമ്പലത്തിലെ ഉത്സവമാണെങ്കിലും കല്യാണാഘോഷങ്ങളാണെങ്കിലും എന്ത് പരിപാടിക്ക് ചെന്നാലും ഈ കുട്ടികളെ തിരഞ്ഞു പിടിച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഈ രക്ഷകർത്താക്കൾ പറയുന്നത്. ഒടുവിൽ പോലീസിൽ പരാതി നൽകി പരിഹാരമില്ലാതായതോടെ ഇവർ പഞ്ചായത്തിന് ഇവിടെ ഒരു മാസ് പെറ്റീഷൻ നൽകി ഈ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നു. അന്ന് ഇവരുടെ കയ്യിൽ നിന്ന് 10,000 രൂപ പണം വാങ്ങി എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ ഈ അക്രമി സംഘത്തിന് ആ പണം നൽകിയത് സെറ്റിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. അല്ലെ? അത്തരത്തിൽ 3 വർഷമായോ തുടങ്ങിയിട്ട്? എന്താ അവസ്ഥ എന്ന് പറയുമോ? 3 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഇത് പുറകെ ഇത് ഓരോ ഉത്സവ പറമ്പിലും പിന്നെ ഇവർ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവരെ മർദ്ദിച്ചോണ്ടിരിക്കുകയാണ്. കോളേജിൽ പോയ പുറത്തേക്ക് ദ്വീപ് വിട്ട് ഒരിടത്തേക്കും പിന്നെ പോകാൻ അനുവദിക്കണില്ല ഇവര്. റോട്ടിലാണേലും കോളേജിലാണേലും വരുമ്പോ ഇതുപോലെയുള്ള മർദ്ദനമാണ്. എന്റെ മോനെ ഉൾപ്പെടെ ഇവര് അഭിനെ ഇത് മർദ്ദിച്ചപ്പോഴും കത്തി കടാര ഇതെല്ലാ സാധനം ഉണ്ടായ കൊണ്ടാണ് അവര് തൊഴുത് കാണിച്ചത്. അതുകൊണ്ട് ഇവളും അതിന് പേടിച്ചു പോയി. ഇവള് വേഗം വീട്ടിലേക്ക് അവനെ കേട്ടിയപ്പോഴും വീടിന്റെ പടിയുടെ അവിടെ വരുമെന്ന് കൊച്ചിനെ തല്ലാനായിട്ട് അപ്പോഴും കൊച്ചു പറഞ്ഞു, എന്നെ തല്ലല്ലേ. പക്ഷെ നല്ല അവനൊരു എല്ലാവരും താക്കിയുള്ള ഇതിടുന്നുണ്ട്. എന്നിട്ട് പോലും കൊച്ചു അനങ്ങാതെ നിന്നിട്ട് അന്നേരമാണ് പറയണ അവന്റെ അമ്മയോട് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ അനങ്ങാതെ നിന്നേച്ചെന്ന്. ഇപ്പൊ നമ്മളോടൊപ്പം കുറച്ച് കുട്ടികളുണ്ട്. ഇതിന് മുമ്പ് ആക്രമിക്കപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ്? എന്താന്ന് സംഭവിച്ചെന്താ? അന്ന് ഞങ്ങൾ ക്ലാസ്സിന് വന്നവര് ഒരു 10-15 പേര് ചേർന്ന് ഇതേപോലെ തന്നെ വെള്ളവും എല്ലാം അടിച്ചു കയറ്റി വന്നിരുന്ന് നല്ല 15 പേര് ഇരുമ്പ് കഷ്ണമൊക്കെ കൊണ്ടായിരുന്നു ഞങ്ങൾ നല്ല മർദ്ദനം ചെയ്തിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിരുന്നു. ഒരു നാട്ടുകാർ പോലും ഞങ്ങളെ രക്ഷിക്കാനില്ലായിരുന്നിരുന്നു. ഇത് എവിടെ പോയാലും ഇതാണോ സാഹചര്യം? എവിടെ പോലും ഇതായിരുന്നു. ഞങ്ങളൊരു 3 പകപോക്കൽ പോലെയാണോ? പകപോക്കൽ പോലെ തന്നെയാണ്. ഇത് പോലീസിൽ നിങ്ങൾ ഇത് സംബന്ധിച്ച് പരാതികളൊന്നും കൊടുത്തിട്ടില്ലേ? ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വരെ അതിനൊരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പിന്നെ കോടതിയിലേക്ക് ആ കേസ് ചാർജ് ചെയ്ത് പിന്നെ ഒരു ഇതുണ്ടാകല്ലേ എന്നും പറയും. പക്ഷെ അതിന് ഇപ്പൊ വരെ ഒരു ഇതും വന്നിട്ടില്ല. ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തൊരു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്താണ് ഇതിനൊരു നീതി കിട്ടാത്തതെന്ന് അന്വേഷിച്ച് ഞങ്ങൾ വിളിക്കുമ്പോൾ കേസ് ഒതുക്കി തീർക്കുകയാണ്.
ഇതിന് മുമ്പ് ഒരു 3 വർഷം രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുണ്ടോ? ഓക്കെ, അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടിട്ടാണല്ലോ ഇത് ഒതുക്കി തീർക്കാൻ. ആരാണ് ഇതിന് പിന്നില്? ഇതില് CPM ആയിരുന്നു ഞങ്ങളുടെ മുമ്പിൽ നിന്ന്, അവർക്കാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. ആദ്യം ഇങ്ങനെ പാർട്ടി ഓഫീസിൽ വിളിച്ച് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തതിനു ശേഷം അവർ പറഞ്ഞ് ഇങ്ങനെ ഇനി പിള്ളേരെ തല്ലാതിരിക്കാനായിട്ട് അവർ നഷ്ടപരിഹാരമായിട്ട് തല്ലുകൊണ്ട പിള്ളേര് തന്നെ 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ്, ഞങ്ങളുടെ കുട്ടികൾ പഠിക്കണ കുഞ്ഞുങ്ങളാണ്, അവർക്ക് നമ്മൾ പണിയെടുത്താണ് ഈ കാശ് കൊടുത്ത് ഈ 10,000 രൂപ കൊടുത്ത് ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്ന് പാർട്ടി ഓഫീസിൽ വെച്ച് ഒത്തുതീർപ്പാക്കി പോകുന്നതാണ്. പക്ഷെ വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരിരയാണ് ഈ മരിച്ചുപോയ അബി. അതാണ് മഞ്ജുഷ അവർ പറയുന്നത്. അതായത് 3 വർഷക്കാലമായി നീണ്ടു നിൽക്കുന്ന പീഡനങ്ങൾ ഈ കുട്ടികൾ അനുഭവിക്കുന്നു, രക്ഷകർത്താക്കൾ അനുഭവിക്കുന്നു. ആശങ്കയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ പഞ്ചായത്ത് തലത്തിലൊക്കെ ഇത് ഒരു സെറ്റിൽമെന്റ് ആയി പോയതുകൊണ്ടാണ് തന്നെയാണ് ഇപ്പോൾ 22 വയസ്സുകാരന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജുഷ്, ശരി ശരണ്യ, എന്തായാലും ദയനീയമായ ഒരു സംഭവമാണ്. പോലീസ് ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കുന്നുമില്ല. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ EP ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി ഉണ്ടായിട്ടുള്ളത്. വലിയ വിജയം ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും. ഇന്ത്യൻ പാർലമെന്റിൽ RSS സംഘപരിവാർ BJPക്കെതിരായി ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ BJP വിരുദ്ധ പാർട്ടികളെയും കോർത്തിണങ്ങി പ്രവർത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിലുണ്ടാകും. അത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കഴിഞ്ഞിടത്തോളമുള്ള ദേശീയ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്, 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് വലിയ ഭയപ്പാടാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ BJP വിരുദ്ധ ശക്തികൾ കൂടുതൽ ശക്തമായി ഒന്നിച്ചണിനിരക്കുകയാണ്. അത് ഇവിടെ ഇന്ത്യയിലെ ഇടതുപക്ഷ മതേതര ശക്തികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ ഭയപ്പെടുന്നത്. അവർ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ BJP ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പോലൊരു ആക്രമണം നടത്താൻ ധൈര്യപ്പെടുമായിരുന്നില്ല. അവർ അവരുടെ എല്ലാ നിലയും വിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളുടെ എല്ലാം നടപടികൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, നടപടി സ്വീകരിക്കുന്നത്. കേരളത്തിൽ നാളെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പൊതുവെ കേരളത്തിൽ പറയത്തക്ക നിലയിലുള്ള സാധാരണഗതിയിൽ വലിയ സംഘർഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമായിരുന്നു. ഇന്നലെ ഈ കലാശക്കൊട്ടിൻ്റെ രംഗത്താണ് ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായത്. ആ ദൗർഭാഗ്യകരമായ സംഭവങ്ങളും എല്ലാവരും കൂടി ആലോചിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കേണ്ടതായിരുന്നു. തീർച്ചയായും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരു സംഘർഷങ്ങളും ഒരു സംഘടനകളും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഗുണം ചെയ്യുന്നതല്ല. പക്ഷേ പരാജയപ്പെടാൻ സാധ്യതയുള്ളവർ വിജയസാധ്യതയുള്ള ഇടതുപക്ഷ മുന്നണിക്കെതിരായി എല്ലാ തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളെയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിമാരെയുമെല്ലാം കടന്നാക്രമിക്കാനും അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉയർത്താനും അവർ ശ്രമിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, എത്രയോ വർഷക്കാലമായി മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു. അതിൻ്റെ അടിസ്ഥാനം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ജനസേവനപരമായ ജനങ്ങളുടെ എല്ലാ നിലവാരത്തിലുമുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും കേരളത്തിലെ പ്രതിപക്ഷത്തെയും BJPയെയും അലങ്കോലപ്പെടുത്തുന്നു, അലോസരപ്പെടുത്തുന്നു.
അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചു. എത്ര കാലമായി മുഖ്യമന്ത്രിക്ക് നേരെ എന്തെങ്കിലും അടിസ്ഥാനമുള്ള കാര്യമാണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് തന്നെ മുഖ്യമന്ത്രിയെ പ്രതിയായി ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മുഖ്യമന്ത്രി പ്രതിയൊന്നുമല്ല. അതൊന്നും നടക്കുന്നില്ലെന്ന് വന്നപ്പോൾ എന്നാൽ ഇരിക്കട്ടെ, ഇവിടെ ചില അഴിമതി ആരോപണ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മാസപ്പടി എന്ന പേരിൽ ഒരു പഠിച്ചു വളർന്ന ഒരു യുവതി, ഒരു എഞ്ചിനീയർ, അതുപോലെ തന്നെ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കഴിവിട്ടൊരു എഞ്ചിനീയറായി പഠിച്ചു വന്നു. സ്വന്തമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു കമ്പനി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. ആ കമ്പനി മറ്റ് കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിൽ അവർക്കുള്ള വരുമാനം, ചെലവ് എല്ലാം ഇന്നത്തെ ഇന്ത്യൻ നിയമമനുസരിച്ച് എല്ലാ കാര്യങ്ങളും റിട്ടേൺസും ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ എന്നിട്ടും വിടുന്നുണ്ടോ? മുഖ്യമന്ത്രിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുകയല്ലേ? ഇതിനെയും കേരളത്തിലെ ജനങ്ങൾ ശക്തമായി പ്രതിരോധിച്ചു. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ പ്രചാരവേല നടത്തി ഇടതുപക്ഷ മുന്നണിയെയും അതിൻ്റെ പുരോഗതിയെയും വളർച്ചയെയും തടസ്സപ്പെടുത്താം എന്നാണ് കേരളത്തിലെ UDFും BJPയും ആഗ്രഹിച്ചത്, ആലോചിച്ചത്. അവരതിനു വേണ്ടി പലപ്പോഴും യോജിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം നീക്കിയത്. പക്ഷേ ഇവിടെ അവരുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണി തകർപ്പൻ വിജയം നേടാൻ വേണ്ടി പോകുന്നു. അത് ഈ മുന്നണിയുടെ വിജയത്തോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള പലതരത്തിലുള്ള ധ്രുവീകരണങ്ങളും ഉണ്ടാകും. അതിൻ്റെ ഒരു ഭാഗമാണ് രാവിലെ എന്നോടൊരു പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം. കേരളത്തിൽ മുസ്ലിം ലീഗ് വളരെ നിരാശരാണ്. അതിൻ്റെ കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1952 മലബാറിൽ നിന്ന് 2 MP-മാർ മുസ്ലിം ലീഗിന് ലോകസഭയിലുണ്ടായിരുന്നു. 52 മുതൽ. അന്ന് ഇവിടെ 3 MP-മാരെ ജയിപ്പിക്കുന്നതിലും മുസ്ലിം ലീഗ് മലബാറിൽ ഒരു സഹായങ്ങൾ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാമകാരിയേട്ടനൊക്കെ അന്ന് പിന്തുണ കൊടുത്ത് ജയിച്ചു വന്നു. 52 കഴിഞ്ഞിട്ട് കൊല്ലം എത്രയായി? ഇപ്പോഴും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് ലോകസഭയിൽ 2 അംഗമാണ്. ഞങ്ങൾക്കൊരു സീറ്റ് കൂടി ഞങ്ങൾക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് നിഷ്കരണം മുസ്ലിം ലീഗിനെ അപമാനിച്ചു വിട്ടു. കേരള നിയമസഭ എടുത്താൽ കേരള നിയമസഭയിൽ കോൺഗ്രസിന് 21 MLA-മാരുണ്ട്. ആ കോൺഗ്രസ് മത്സരിക്കുന്നത് 16 സീറ്റിലാണ്. 15 MLA-മാരുണ്ട് മുസ്ലിം ലീഗിൽ. ആ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 2 സീറ്റിലാണ്. മുസ്ലിം ലീഗിൻ്റെ അണികളെയും അതിൻ്റെ അനുഭാവികളെയും അവരുടെ പ്രവർത്തകരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. അവരെല്ലാം ഈ കോൺഗ്രസിൻ്റെ കടുത്ത നിലപാടിൽ അസംതൃപ്തരാണ്. വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ അഭിമാനം അവിടെ അടിയറ വെക്കേണ്ടി വന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടി പുറത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അപമാനകരമായൊരു പാർട്ടിയാണ്, ജനവിരുദ്ധമായൊരു പാർട്ടിയാണ്, അതിൻ്റെ കൊടി കാണുന്നത് അപകടമാണ് എന്ന നിലയിൽ മുസ്ലിം ലീഗിനെ അപമാനിച്ചില്ലേ? അവരുടെ കൊടി വയനാട്ടിൽ പുറത്ത് കാണിക്കാൻ പറ്റിയോ? അവർക്ക് കൊടി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതെല്ലാം മുസ്ലിം ലീഗിനകത്ത് കടുത്ത പ്രതിഷേധമുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാട് അവർ ശക്തമായി എതിർക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ UDFിനെതിരായി, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരായി ശക്തമായിട്ടുള്ള വികാരം വളർന്നു വരികയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത് തന്നെ BJPയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP ആയിരിക്കും. ഇന്ത്യയിലെ ഒട്ടനവധി അനുഭവങ്ങൾ നിരത്തിവെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. നിയമസഭാ ചട്ടങ്ങളനുസരിച്ച് വ്യക്തിഹത്യയോ വ്യക്തിപരമായ പരാമർശമോ അല്ല,
ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ അദ്ദേഹം പറയിപ്പിച്ചിട്ടുള്ളതുമായ കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ണൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസ് MP അദ്ദേഹം BJPക്ക് വേണ്ടി RSSന് വേണ്ടി എന്തൊക്കെ ചെയ്തു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ RSSന്റെ ആയുധ പരിശീലന കളരിക്ക് കോൺഗ്രസ്സുകാരെയും കൊണ്ട് കാവൽ നിന്ന ആളാണ് ഞാൻ. RSSന്റെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞാൻ RSSലേക്ക് പോകും, ചോദിക്കാൻ ആര് എന്ന നിലപാട് തന്നെ വേറെ ആരുമല്ല, ആ കോൺഗ്രസിൻ്റെ MP തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഈ K. സുധാകരൻ BJPയിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തി. അതിനുവേണ്ടി ഇപ്പോൾ ഹിമന്ത വിശ്വാസ് ശർമ്മ ആസാം മുഖ്യമന്ത്രിയാണ്, പഴയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ആനന്ദ വിശ്വാസ് ശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഒരു പ്രത്യേകമായൊരു വിഭാഗം സുധാകരനും മറ്റും ചേർന്നുകൊണ്ട് രൂപീകരിച്ച് BJPയുമായി പോകാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ 2026 തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അത്തരത്തിൽ BJP അനുകൂല വിഭാഗങ്ങൾ കോൺഗ്രസിനകത്തു നിന്നൊരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കും എന്ന് ഈ ശർമ്മ തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ കാര്യത്തെ ഇവിടെ നിഷേധിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല. അത് BJP നേതാക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സുധാകരൻ BJPയിലേക്ക് പോകാൻ ഇവിടുന്ന് വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണ്. ആ ചെന്നൈയിലെത്തിയപ്പോഴാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഇത് മണത്തറിഞ്ഞ് അവിടെയുള്ള ചില കോൺഗ്രസുമായി ബന്ധമുള്ളവരെ ഇടപെടുവിച്ച് നേരെ തിരിച്ചയച്ചത്. സുധാകരൻ തന്നെ പറഞ്ഞ കാര്യം, BJPയുടെ നേതാക്കളെ കാണാൻ, അമിത്ഷായെ കാണാൻ BJPയുടെ നേതാക്കൾ സുധാകരനോട് ആവശ്യപ്പെട്ടു. സുധാകരനുമായി ചർച്ച ചെയ്തു. അങ്ങനെ സുധാകരനുമായി ആലോചിച്ചുകൊണ്ട് അമിത്ഷായെ കണ്ട് ഈ BJPയിലേക്ക് പോകുന്ന കാര്യങ്ങൾ അനിൽ ആന്റണി പോയതുപോലെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ കാര്യം ചെന്നൈയിലെ BJP നേതാവായിട്ടുള്ള ആ രാജയാണ് എന്നെ ക്ഷണിച്ചത്. ആ രാജ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറായത് എന്ന് തന്നെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് BJPയിലേക്ക് പോകാൻ. അതിന് പുറമെ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ BJPയുടെ നേതാക്കൾ സുധാകരനെ കണ്ട് അമിത്ഷായുമായി കണ്ട് സംസാരിക്കാൻ സൗകര്യമൊരുക്കാം, അതിനെപ്പോഴാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനും അമിത്ഷായുമായി ബന്ധപ്പെടാൻ, BJP നേതാക്കളുമായിട്ട് ബന്ധപ്പെടാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പോൾ സുധാകരൻ BJPയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സുധാകരൻ BJP ആകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ സുധാകരൻ്റെ നിലപാട് സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഗൂണ്ടായിസവും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തലും ഒക്കെ അവരുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് പോലും ബോംബെറിഞ്ഞ് പിടിച്ചവരല്ലേ. അതുകൊണ്ട് അതൊക്കെ കള്ളവോട്ട് ചെയ്യലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കലും ഒക്കെ സുധാകരൻ്റെ ഒരു ശീലമായിരുന്നു. ആ ശീലങ്ങളൊന്നും ഇപ്പോൾ വേണ്ടതുപോലെ പഴയതുപോലെ ക്ലച്ച് പിടിക്കുന്നില്ല. അതുകൊണ്ടുള്ള ചില നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സുധാകരൻ ഇന്നലെ സാധാരണ കഴിക്കുന്ന മരുന്ന് കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിൻ്റെ ഒരു തകരാറ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനെന്തോ BJPയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു
BJPയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി, അവരുമായി അടുപ്പമുള്ള ഒരാളായി. കാരണം BJP RSS നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. എനിക്ക് BJPയിലേക്കും RSSയിലേക്കും പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. എന്നെ കൊല്ലാൻ നിരവധി തവണ RSSകാർ ബോംബെറിഞ്ഞതാണ്. പാനൂരിൽ വെച്ച് ഒരു തവണയല്ല, 3 തവണ എന്നെ ബോംബെറിഞ്ഞതാണ്. ഒരു തവണ ഞാൻ ബോംബെറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു. 3 തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ഞ് നടന്നിട്ടുള്ള RSS BJP ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് തോന്നുന്നു അൽഷിമേഴ്സ് ഉണ്ടോ, അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ, എന്തോ ഒരു തകരാറുണ്ട് ഇപ്പോൾ. ഈ തകരാറും കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്, ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക, മരുന്ന് കൃത്യമായി കഴിക്കുക, ഓർമ്മശക്തി തിരിച്ചു പിടിക്കൂ, സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ. അതിന് പറഞ്ഞതെന്താ, ഞാൻ ദുബായിൽ പോയി ആരോ വർഷങ്ങളായി. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത്. എന്ത് ദുബായിൽ പോകാൻ? എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലരുണ്ടാകും. ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു വന്നിട്ടുണ്ടാകും. അവരുടെ നിലവാരത്തിലേക്കൊന്നും ഞങ്ങളെ കണക്കാക്കരുത്. അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങളടുത്ത് വന്ന് ചോദിക്കരുത്. നിലവാരമില്ലാത്തവരായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയം പറയട്ടെ, രാഷ്ട്രീയം സംസാരിക്കട്ടെ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യട്ടെ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൂ. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ആപത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? BJP RSS സംഘപരിവാർ അഴിഞ്ഞാടുകയില്ലേ? നഗ്നമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയില്ലേ? മുസ്ലിം വിരുദ്ധ നിലപാട്. എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. നുഴഞ്ഞു കയറ്റക്കാർ താലി വിറ്റ് മറ്റേ മുസ്ലിമുകൾക്ക് കൊടുക്കും, എന്തൊക്കെയാണ് പറയുന്നത്? ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റുന്നതോ യോജിച്ചതുമാണ്. ഈ തെറ്റായ വൃത്തികെട്ട നിലപാടുകൾ കാണുമ്പോൾ നിങ്ങളത് നെഗ്ലക്റ്റ് ചെയ്യണം. കാര്യം ഈ TV-യിൽ പ്രത്യക്ഷപ്പെടാനുള്ള വ്യഗ്രത കൊണ്ട് പലതരത്തിലുള്ള പ്രവണതകളും വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ, ഇത് ഉപയോഗിക്കുന്ന നേതാക്കളെക്കാളും മാന്യത നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾ നിലപാട് സ്വീകരിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തും വിളിച്ചു പറയുക, എന്തും പറയുക, ഒരടിസ്ഥാനവും വേണ്ട. ഞങ്ങളൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. ഞാൻ പറയുന്നത് പിന്നെ BJPയുടെ നേതാവ് വേറൊന്നും പറയാത്തത്, വേറെന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്താ കഥ? അതുകൊണ്ട് കാരണം നമ്മളെല്ലാം പുരുഷന്മാരാണല്ലോ, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്താ കഥ? ഇങ്ങനെയാണോ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്? ഇതാണോ BJPയുടെ രാഷ്ട്രീയം? ഇത് ഈ നാട് കാണട്ടെ, ജനങ്ങൾ കാണട്ടെ. ജനങ്ങളാണ് പരമാധികാര ശക്തി. ഞങ്ങൾക്ക് അവരിലാണ് വിശ്വാസം. അവരിത് കാണും, മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്ത് ബന്ധം? എനിക്ക് എന്ത് ബന്ധം? എനിക്കറിഞ്ഞൂടാ. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുധാകരന് വക്കീൽ നോട്ടീസ് അയക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകരുത്. ഈ രാജ്യത്തിൻ്റെ അഭിമാനം, രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ അന്തസ്സ് കളഞ്ഞു കുളിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കുക. മാനനഷ്ട കേസ്. മരുന്ന് കുടിച്ചിട്ടുണ്ടാവില്ല. അത് ഞാൻ എന്തും പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? അതേ ഞാൻ പറയുന്നുള്ളൂ.
ഈ രാമനിലയത്തില് എന്ത് രാമനിലയം? ഞാൻ പറഞ്ഞത് എന്തിനാ ഞാൻ ഇങ്ങോട്ട് പോകുന്ന ആരെങ്കിലും അടുത്ത് ഒരു ശ്രീതാമസിംഗ് മുറിയിലേക്ക് ഞാൻ പോകുന്ന എന്തൊക്കെ നിങ്ങളിതൊക്കെ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കും. ഞാൻ പോകാനോ ഇങ്ങനെ നിങ്ങൾ എൻ്റെ ചെറുതാക്കരുത്, അതേ എനിക്ക് പറയാനുണ്ട്. ഗവർണർ പദവിയാണ് വാഗ്ദാനം എന്നൊക്കെയാണ് അല്ല, പ്രധാനമന്ത്രി പദം പറയാത്തത് നന്നായി. എനിക്കറിയില്ല, അത് അവരോട് ചോദിച്ചു അത് അവരോട് ചോദിച്ചു നോക്കണം. എനിക്ക് ഇത്തരക്കാരുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. എനിക്ക് പലരുമായിട്ട് പരിചയമുണ്ട്. ഞാൻ പോകുന്ന പല സ്ഥലത്തും വരുന്നുണ്ട്, പലരും അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഞാൻ ഒരു പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ എല്ലാവരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കാൻ എല്ലാവരുമായിട്ടും നല്ല ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറമുണ്ട്, രാഷ്ട്രീയത്തിലുള്ളവരുണ്ട്. ഞാൻ എൻ്റെ മര്യാദയും എൻ്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ എല്ലാ കാലത്തും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയ്ക്കെതിരെ നിങ്ങളെല്ലാം മാധ്യമ സുഹൃത്തുക്കൾ നല്ലതുപോലെ പ്രതികരിക്കണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരാജയ ഭീതി നല്ലതുപോലെ ഉണ്ട്. ഒരു കാര്യം മുന്നണി കാസർഗോഡും കണ്ണൂരും വടകരയും ഒക്കെ ജയിക്കും. അത് ഭയപ്പെടുത്തുകയാണ് അവരെ. നല്ല അന്തരീക്ഷമാണ്. കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ജനങ്ങളുടെ വലിയ പിന്തുണ ആഞ്ഞടിക്കുകയാണ്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ജനങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് പറഞ്ഞു നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ, നിങ്ങളെ കാവൽക്കാരായിട്ട് ഞങ്ങളുണ്ട്. കെ സുധാകരൻ അല്പം മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഇ പി ജയരാജൻ. ബി.ജെ.പിയിലേക്ക് പോകാൻ ഒരു CPM-ന്റെ മുതിർന്ന നേതാവ് ശ്രമിച്ചുവെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിലെ കഥാപാത്രം ഇ പി ജയരാജനാണെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. എന്നാൽ ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. ഇ പി ജയരാജൻ ഇപ്പോൾ മരുന്ന് കഴിക്കാത്തതിൻ്റെ തകരാറാണ് കെ സുധാകരൻ എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ബി.ജെ.പിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയയാൾ കെ സുധാകരനാണെന്ന് നേരത്തെ സുധാകരനെതിരെ ഉയർന്നിരുന്ന ആരോപണം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇ പി ജയരാജൻ പറയുകയാണ്. അതുമാത്രമല്ല, ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയക്കാൻ പോവുകയാണ്. കെ സുധാകരനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ് ഇ പി ജയരാജൻ. എന്തായാലും ഇ പി ജയരാജൻ ഇങ്ങനെയൊരു വിശദീകരണം നൽകിയെങ്കിലും ഇപ്പോഴും അഭ്യൂഹം നിലനിൽക്കുകയാണ്. ഇനി ശോഭാ സുരേന്ദ്രൻ ഇതേക്കുറിച്ച് എന്തു പറയും എന്നാണ് ഉറ്റുനോക്കുന്നത്. പകൽ വാർത്ത അവസാനിക്കുന്നതിന് മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6620, പവന് 52,960. 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവന് 44,320. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോർട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും.